ഹായ്, വെൽക്കം ടു യു ഓൾ. ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഇസ് ഓൺ ദ പ്രൊഫഷണൽ അസോസിയേഷൻസ് ഓഫ് സോഷ്യൽ വർക്ക്. അപ്പം സോഷ്യൽ വർക്കിൻ്റെ പ്രൊഫഷണൽ അസോസിയേഷൻസ് എന്താണ്? ഈ പ്രൊഫഷണൽ അസോസിയേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ പ്രാധാന്യം, ആക്ച്വലി സോഷ്യൽ വർക്കിനെ തന്നെ ഇന്നത്തെ ഒരു നിലയിൽ അതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്, അതിൻ്റെ പോളിസീസ് പോലും തീരുമാനിക്കുന്നതൊക്കെ ഈ പ്രൊഫഷണൽ അസോസിയേഷൻസ് ആണ്. അപ്പൊ ചുരുക്കത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ പ്രൊഫഷണൽ അസോസിയേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് ആർ ദ പില്ലേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അവര് എങ്ങനെയാണ് ഈ പില്ലേഴ്സ് ആകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 താങ്ങാകുന്ന മാറുന്നത് എങ്ങനെ? ഇറ്റ് ഇസ് ത്രൂ അഡ്വക്കേസി, ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ആ പ്രാക്ടീഷണേഴ്സിന്, ഈ സോഷ്യൽ വർക്ക് പ്രാക്ടീഷണേഴ്സിന് ആവശ്യമായ എല്ലാ ഗൈഡൻസും സപ്പോർട്ടും എഡ്യൂക്കേഷനും രജിസ്ട്രേഷനും ഒക്കെ ഈ പ്രൊഫഷണൽ ഓർഗനൈസേഷനിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് 6 കീ ഓർഗനൈസേഷൻസിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുണ്ട്. അപ്പം അതിൽ ആദ്യം ഈ കാണുന്നത് IFSW. IFSW എന്ന് പറയുന്നത് ഇസ് ദി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്. അതാണ് IFSW. അപ്പം ISFW ആക്ച്വലി ആ ഒരു സോഷ്യൽ വർക്കിന്റെ ഗ്ലോബൽ വോയിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം പിന്നെ നമുക്കുള്ളത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്, IASSW. അപ്പം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്. അപ്പം ഈ ഒരു ഓർഗനൈസേഷൻ ഇസ് ഡെഡിക്കേറ്റഡ് ടു പ്രൊമോട്ടിംഗ് എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. സോഷ്യൽ വർക്കേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇനി മറ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് നോക്കിയേ. നാഷണൽ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ, അതാണ് NAPSWI എന്ന് പറയുന്നത്. NAPSWI, NAPSWI എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാഷണൽ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ. അതേപോലെ നമുക്ക് ISPSW ഉണ്ട് അടുത്തത്. അത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ആണ്, അല്ല സോഷ്യൽ വർക്ക് ആണ്, ISPSW. ഇനി മറ്റൊന്ന് നമുക്ക് CAPS ഉണ്ട്. CAPS ഇസ് ദ കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ്. ആൻഡ് അതുകൂടാതെ നമുക്ക് ASSK ഉണ്ട്. ASSK ഇസ് ദ ലാസ്റ്റ് വൺ ദാറ്റ് വി ഹാവ് ടു എക്സ്പ്ലോർ. ഇതാണ് അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള. അപ്പൊ കേരളത്തിനെ ബേസ് ചെയ്തുള്ള 2 അസോസിയേഷൻസ് അല്ലെങ്കിൽ 2 പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പം ഈ ഓരോ ഓർഗനൈസേഷനും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു റോളാണ് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്ലേ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അവർ നിർവഹിക്കുന്നത്. അപ്പോൾ അത് അവർ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സിൽ തുടങ്ങി സോഷ്യൽ വർക്കിന്റെ പോളിസിയെ സ്വാധീനിക്കുന്നതിലേക്ക് വരുന്നു. ആൻഡ് ഓൾസോ ആ പ്രാക്ടീഷണേഴ്സിന് അവരുടെ ആ റോൾസ്, അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്ന സൊസൈറ്റിയിലെ ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാടധികം സഹായകരമാകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഫങ്ഷൻസും ഈ ആക്ടിവിറ്റീസും ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന് മാത്രമല്ല, വി വിൽ ഓൾസോ ബി ഏബിൾ ടു അപ്രിഷിയേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദീസ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ദാറ്റ് സെർവ് ദ കമ്മ്യൂണിറ്റി, അല്ലേ? സോ അപ്പോൾ ഓരോന്നും നമുക്ക് 1 by 1 വി വിൽ സ്റ്റാർട്ട് എക്സാമിനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ. ആദ്യം നമുക്ക് ഇവിടെ ഉള്ളത് ഇസ് ദി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്, IFSW. അപ്പം ഇതിന്റെ ഒരു ഒറിജിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1956 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ആൻഡ് സ്വിറ്റ്സർലൻഡിലാണ് ഇത് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ മൂവ്മെന്റ് ഇൻ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇവിടെ തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ IFSWന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡ്രിവൻ ബൈ ദ നീഡ് ഫോർ എ യൂണിഫൈഡ് ബോഡി ദാറ്റ് കുഡ് റെപ്രസെന്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് അഡ്വക്കേറ്റ് ദ റൈറ്റ്സ് ഓഫ് സോഷ്യൽ വർക്കേഴ്സ് അക്രോസ് ഡിഫറെന്റ് കൺട്രീസ്. അപ്പൊ പല രാജ്യങ്ങളിലും സോഷ്യൽ വർക്ക് നടക്കുന്നുണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അപ്പം ഈ സോഷ്യൽ വർക്കേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, ആ സോഷ്യൽ വർക്കേഴ്സിന്റെ റൈറ്റ്സ് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരിക പല രാജ്യങ്ങളിലും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അത് പ്രധാനമായിട്ട് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അതിന്റെ തുടക്കം കുറിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ IFSWന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ്. ആൻഡ് ദിസ് സെർവ്സ് ആസ് ദ സെൻട്രൽ ഹബ്
ഫോർ ഇറ്റ്സ് എക്സ്റ്റെൻസീവ് ഇന്റർനാഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് കൊളാബറേഷൻസ്. ഒത്തിരി അധികം മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരുടെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എല്ലാം അവർ ലീഡ് ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ അവരുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ്. അപ്പൊ ഇത് ആ ഒരു തുടങ്ങിയ സമയം മുതൽ ഇറ്റ് ഹാസ് ഗ്രോൺ, അത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഈ ഒരു സ്ഥാപനം വളർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് മെമ്പർ ഓർഗനൈസേഷൻസ് ഫ്രം ഓവർ 140 കൺട്രീസ്. ഏകദേശം 140 രാജ്യങ്ങളിൽ നിന്ന് ഇതിന് മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വലിപ്പം കൊണ്ട് തന്നെ ഇതിനെ എന്താ പറയേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാക്കി മാറ്റുന്ന ഈ ഒരു സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഏതൊക്കെ ഏരിയാസിലാണ് അവരുടെ ആ ഒരു പ്രത്യേക പ്രാക്ടീസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഗ്ലോബൽ ഓപ്പറേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഗ്ലോബൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആഗോള തലത്തിൽ അവരുടെ ആ ഒരു ഓപ്പറേഷൻസിന്റെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആക്റ്റീവ് ഇൻ റീജിയൻസ് വേൾഡ് വൈഡ്, അഡ്രസ്സിംഗ് ബോത്ത് യൂണിവേഴ്സൽ ആൻഡ് റീജിയൻ സ്പെസിഫിക് സോഷ്യൽ വർക്ക് ഇഷ്യൂസ്. അപ്പോൾ ഒരു ഗ്ലോബൽ സ്കെയിലിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പം വെർച്വലി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇവർക്ക് ഓപ്പറേഷൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത്രയും വൈഡ് റീച്ചിങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫെഡറേഷന്, സോഷ്യൽ വർക്ക് ഇഷ്യൂസ് ഒരു ഗ്ലോബൽ സ്കെയിലിലും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ലോക്കൽ സ്കെയിലിലും അവർക്ക് അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇനി മറ്റ് ഒരു ഏരിയ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇസ് ചൈൽഡ് വെൽഫെയർ, കുട്ടികളെ സംരക്ഷണം. ഓക്കെ, സോ ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് സേഫ് ആൻഡ് നർച്ചറിങ് എൻവയൺമെന്റ്സ് ഫോർ ചിൽഡ്രൻ ത്രൂ അഡ്വക്കേസി ആൻഡ് പോളിസി ഡെവലപ്മെന്റ്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുമ്പോൾ ചൈൽഡ് വെൽഫെയറിൽ എങ്ങനെയാണ് അവർ ഇടപെടുന്നത്? ചൈൽഡ് വെൽഫെയറിൽ പോളിസി ഡെവലപ്മെന്റിൽ അവർ ഇടപെടുന്നുണ്ട്. കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വക്കേസി അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ടുള്ള, നർച്ചറിങ് ആയിട്ടുള്ള, സപ്പോർട്ടീവായിട്ടുള്ള എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവർ പോളിസീസ് നോക്കുമ്പോഴത്തേക്ക് കുട്ടികളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസിനെ അവർക്ക് സ്വാധീനിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് വിദ്യാഭ്യാസം കൊടുക്കുക, ഹെൽത്ത് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസസ് കൊടുക്കുക, ആൻഡ് ഒത്തിരിയധികം ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് ഫാമിലീസിനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹോം സെറ്റപ്പ് ചെയ്യുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഏരിയ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇസ് ദ മെന്റൽ ഹെൽത്ത്. അപ്പോൾ ദേ പ്രൊമോട്ട് മെന്റൽ ഹെൽത്ത് അവെയർനെസ് ആൻഡ് ഇന്റഗ്രേഷൻ ഇൻ ടു ബ്രോഡർ സോഷ്യൽ വർക്ക് പ്രാക്ടീസസ്. അപ്പോൾ എന്താണ് ശരിക്കും ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ ഒരു ഫെഡറേഷൻ ശരിക്കും മെന്റൽ ഹെൽത്ത് അവെയർനെസ് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു മെന്റൽ ഹെൽത്ത് സർവീസസ് പല രാജ്യങ്ങളിലും പല ഏരിയാസിലും മെന്റൽ ഹെൽത്ത് സർവീസസ് നടക്കുന്നുണ്ട്. അപ്പം ഇതിനെ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ പറയണ്ടേ, ഒരേ നിലവാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും എന്താ പറയേണ്ടത്, പോളിസീസ് ജനറേറ്റ് ചെയ്യുന്നതിന് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോളിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മെന്റൽ ഹെൽത്ത് ആവശ്യമുള്ളവർക്ക് അത് അവരുടെ ആ ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കാതെ അവർക്കത് ആക്സസിബിൾ ആക്കി കൊടുക്കുക. അതേസമയം അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഈ മെന്റലി എഫക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ എന്താ പറയേണ്ടത്, ആ ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ. അപ്പം ഒരു എന്താ പറയേണ്ടത്, മാനസികമായിട്ട് അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഇടപെടാൻ പൊതുവെ ബാക്കിയുള്ളവർ ഒന്നും മടിക്കും അല്ലെ. അപ്പം അതാണ് ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റിഗ്മ അകറ്റിയെടുത്ത് അവരെ ആ ഒരു എന്താ പറയേണ്ടത്, നോർമൽ ലൈഫിലേക്ക്, നോർമൽ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി അവിടെയും കഴിഞ്ഞിട്ടില്ല, അത് കൂടാതെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ സപ്പോർട്ട് പ്രോജക്ട്സ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ലിവിംഗ് കണ്ടീഷൻസ് ആൻഡ് ഫോസ്റ്ററിംഗ് സോഷ്യൽ കോഹഷൻ. അതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെഡറേഷൻ ശരിക്കും ഒത്തിരി അധികം കമ്മ്യൂണിറ്റി ലെഡ് പ്രോജക്ട്സ് അവർ റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ലിവിങ് കണ്ടീഷൻസ് ബെറ്റർ ആക്കുക, എക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, ആൻഡ് ആ ഒരു സോഷ്യൽ കൊഹിഷൻ, സൊസൈറ്റിയിൽ പല സമൂഹങ്ങൾ ഒന്നിച്ച് ജീവിക്കത്തക്ക രീതി ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതാണ് സോഷ്യൽ കൊഹിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പം കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യുന്നതോടുകൂടി ഇവർക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, അതായത് ഇൻ ദ ലോങ് റൺ അവർക്ക് സ്വന്തമായിട്ട് നിലനിന്ന് മുമ്പോട്ട് പോകത്തക്ക രീതിയിലുള്ള കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും റെസിലിയൻ്റ് ആയിട്ടുള്ള എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിനെ അതിജീവിച്ച് മുന്നോട്ട് വരിക എന്നുള്ളത്. ഇനി മറ്റൊന്ന് ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കേസിയാണ് അല്ലേ. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലാതെ സോഷ്യൽ വർക്കിന് എന്ത് റോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഹ്യൂമൻ റൈറ്റ് അഡ്വക്കേസി ആണ് ഈ IFSWന്റെ ഒരു പ്രധാന മിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ഫെഡറേഷൻ ദേ ഓൾസോ വർക്ക് ടു എൻഷുർ ദാറ്റ് സോഷ്യൽ വർക്ക് പ്രാക്ടീസസ് അപ്ഹോൾഡ് ആൻഡ് പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ് പ്രിൻസിപ്പിൾസ്. ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, ആ പ്രിൻസിപ്പിൾസിനെ ഓരോ സോഷ്യൽ വർക്കറും അതിനെ അവരുടെ നെഞ്ചോട് ചേർത്ത് അതിന് അവർ വളരെയധികം പ്രാധാന്യം കൊടുത്ത് അത് ശരിക്കും നടപ്പിലാക്കി എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, പല തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, എക്കണോമിക് ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, എന്താ പറയേണ്ടത്, അങ്ങനെയുള്ള ആ ഡിസ്ക്രിമിനേഷന് എതിരെ പോരാടുന്ന, ജെൻഡർ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ആൻഡ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക്, വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസിനെ ഒത്തിരിയധികം സഹായിച്ച് അവരുടെ റൈറ്റ്സ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്രയും അധികം പ്രവർത്തനങ്ങളിലൂടെ എന്ത് ഇമ്പാക്റ്റ് അവർ ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോളിസി ഡെവലപ്മെന്റ്. പലയിടത്തും നമ്മൾ കണ്ട് പോളിസി ഡെവലപ്മെന്റിന് ഇവർ ഒത്തിരിയധികം പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗ്ലോബൽ സോഷ്യൽ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു പക്ഷേ അല്ല, അതിന് ഇവർ ഒരുപാടധികം സഹായിക്കുന്നത്. ഇപ്പം നമ്മൾ ലോക്കലായിട്ട് നമ്മൾ പോളിസീസ് ഉണ്ടാക്കുമ്പോഴും ഈ ഗ്ലോബൽ പോളിസീസിനെ എടുത്ത് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പോളിസി സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഏകദേശം ആ ഒരു ഗ്ലോബൽ ലെവലിൽ അതിന് ഇക്വലന്റ് ആയിരിക്കും നമ്മുടെ പോളിസിയും എന്നുള്ളതാണ്. അപ്പം ഈ ഫെഡറേഷൻ അവര് ഒത്തിരിയധികം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ടും ഗവൺമെന്റ്സുമായിട്ടും അവര് കൊളാബറേറ്റ് ചെയ്ത് പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കുന്നതിനും ഹ്യൂമൻ റൈറ്റ്സ് നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയേണ്ടത്, ഒത്തിരിയധികം ഇന്റർനാഷണൽ ഡിക്ലറേഷൻസ്, കൺവെൻഷൻസ്, ഗൈഡ് ലൈൻസ് ഒക്കെ അവർ പുറപ്പെടുവിക്കാറുണ്ട്. ഈ ഗൈഡ് ലൈൻസിനും ഒക്കെ എന്താ പറയേണ്ടത്, ആ ഒരു നാഷണൽ ആൻഡ് ഗ്ലോബൽ ലെവൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസസിനെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. ഇനി മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇസ് ദ പ്രൊഫഷണൽ സപ്പോർട്ട് ദാറ്റ് ദേ പ്രൊവൈഡ്. അപ്പം IFSWന്റെ ഒരു കീ ആക്ടിവിറ്റിയാണ് ഈ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ സോഷ്യൽ വർക്കിൽ നിൽക്കുന്ന അതിലെ പ്രൊഫഷണൽസിന് ആവശ്യമായ റിസോഴ്സസ് നൽകുന്നു, ആവശ്യമായ ട്രെയിനിങ് നൽകുന്നു, അവർക്ക് മറ്റ് സോഷ്യൽ വർക്കേഴ്സ് ഫ്രം ഓൾ അറൗണ്ട് ദ വേൾഡ് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒരു നെറ്റ്വർക്കിംഗ് നടത്തുന്നതിനും ഇവർ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സോഷ്യൽ വർക്കേഴ്സിൻ്റെ തന്നെ സ്കിൽസും അവരുടെ നോളജും ഈ സോഷ്യൽ വർക്കിൽ അവർക്ക് എന്താ പറയേണ്ടത്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ ദേ ആർ ഏബിൾ ടു സെർവ് ദ കമ്മ്യൂണിറ്റീസ് ഇൻ എ ബെറ്റർ മാനർ. ഇനി മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ളത് ഒന്ന് ഇന്റർനാഷണൽ കൊളാബറേഷൻ എന്ന് നമുക്ക് പറയാം. ഒരു കൊളാബറേഷൻ അറ്റ് ആൻ ഇന്റർനാഷണൽ ലെവൽ എന്നുള്ളതാണ്. കാരണം കൊളാബറേഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ് IFSWനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഈ ഒരു ഗ്ലോബൽ സ്കെയിലിൽ പ്രവർത്തിക്കണമെങ്കിൽ കൊളാബറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഒത്തിരിയധികം ഇന്റർനാഷണൽ ബോഡീസ് ലൈക്ക് യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസും ഒക്കെ ആയിട്ട് അവർ കൊളാബറേറ്റ് ചെയ്ത് ആ ഒരു ഗ്ലോബൽ സ്കെയിലിലുള്ള ഇഷ്യൂസിന് എന്താ പറയേണ്ടത്, പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പുകളിലൂടെ IFSWന് ഈ ഒരു സോഷ്യൽ വർക്കിന്റെ പേഴ്സ്പെക്റ്റീവ് ആ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഡിസ്കഷൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അപ്പം ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റീസിനും പ്രയോജനപ്പെടത്തക്ക രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്ന് ഇസ് ഇൻഫ്ലുവൻസിങ് ഗ്ലോബൽ സോഷ്യൽ പോളിസി. അപ്പം ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ആ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ആ ഒരു സോഷ്യൽ പോളിസിയെ തന്നെ സ്വാധീനിക്കാനായിട്ട് ഈ ഒരു ഫെഡറേഷന്റെ ഇടപെടലിലൂടെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവർ ആ ഒരു പോളിസി ഡെവലപ്മെന്റിനെയും അഡ്വക്കേസിയെയും അവർ ഒത്തിരി അധികം പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരുപാടധികം
ഇന്റർനാഷണൽ എഗ്രിമെന്റ്സിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ഒരു 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 രാജ്യത്തോ അല്ലെങ്കിൽ ആ ഒരു റീജിയനിലോ സോഷ്യൽ വർക്കിന്റെ ഫ്രെയിം വർക്ക് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആ രാജ്യം അത് മുമ്പോട്ട് കൊണ്ടുപോകും എന്നൊക്കെയുള്ള എഗ്രിമെന്റ്സിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ എന്താ പറയേണ്ടത്, ഇതിനകത്ത് ഒത്തിരിയധികം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ഗോൾസ് എന്ന് നമ്മൾ പറയും. അതാണ് SDGs എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഗോൾസ് അത് തീരുമാനിക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്താ പറയേണ്ടത്, അഡ്വക്കേറ്റിംഗ് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് പെർസ്പെക്റ്റീവ്സ് ഇൻ ദ ഗ്ലോബൽ ഡെവലപ്മെന്റ് അജൻഡാസ്. ഓക്കെ, ഇനി മറ്റൊന്ന് ഇസ് എൻഹാൻസിങ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ എഡ്യൂക്കേഷനും പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സും ആരുടെ, സോഷ്യൽ വർക്കേഴ്സിന്റെ. അപ്പോൾ സോഷ്യൽ വർക്കിൽ ഒത്തിരി അധികം റിസർച്ച് എപ്പോഴും നടക്കുന്നുണ്ട്. സോഷ്യൽ വർക്കിന്റെ പ്രാക്ടീസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് ഒരു 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 ഹൈ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് നിലനിർത്തണം എന്നുള്ളത് IFSW ഈ ഫെഡറേഷന്റെ മറ്റൊരു പ്രധാന ഏരിയ എന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാന മിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഫെഡറേഷൻ തന്നെ ഗൈഡ് ലൈൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എങ്ങനെ നടക്കണം എന്നുള്ള അതിൻ്റെ നിലവാരം, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് അവർ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിലൂടെ അവർ ഉറപ്പ് വരുത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ വർക്കേഴ്സ് ദേ ആർ വെൽ പ്രിപ്പയർഡ് ടു മീറ്റ് ദ ചാലഞ്ചസ്. കാരണം സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഭയങ്കര ഡൈനമിക് ആണ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സോഷ്യൽ വർക്കർ ആ ഒരു സോഷ്യൽ വർക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ടെക്നിക്സ് മാറ്റേണ്ടതായിട്ട് അവിടെ വരും. അപ്പോൾ ഒരുപാടധികം ചാലഞ്ചസ് ഉണ്ട് സോഷ്യൽ വർക്കറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ ചാലഞ്ചസ് ഒക്കെ എങ്ങനെ തരണം ചെയ്ത് ഒരു 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 സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ എങ്ങനെ കടന്നു പോകാം എന്നുള്ളതിനെ സഹായിക്കുന്നു എന്നാണ്. ഇനി മറ്റൊന്ന് ഇസ് സപ്പോർട്ടിങ് മെമ്പർ ഓർഗനൈസേഷൻസ്. അപ്പോൾ നമുക്കറിയാം ഈ IFSWയിൽ അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒത്തിരി അധികം ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിനെ അവരുടെ മെമ്പർ ഓർഗനൈസേഷൻസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ മെമ്പർ ഓർഗനൈസേഷൻസിന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവര്. അപ്പൊ എങ്ങനെയാണ്, അവർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ അവർക്ക് നോളജ് പകർന്നു കൊടുക്കുന്നുണ്ട് ഈ സോഷ്യൽ വർക്കിന്റെ ഫീൽഡിൽ, ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ഈ മെമ്പർ ഓർഗനൈസേഷൻസിനെ ശരിക്കും സ്ട്രെങ്തൻ ചെയ്യണം, അതിനെ ശരിക്കും ശക്തിപ്പെടുത്തി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് IFSW അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ആ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ ഒരു ഓവറോൾ കപ്പാസിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതുവരെ നമ്മൾ ഈ ആദ്യത്തെ അസോസിയേഷൻ IFSW നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 എണ്ണം കൂടിയുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ തുടർന്നുള്ള ഇതിൻ്റെ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട്സ് ലഭിക്കും, അതിനകത്തുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും ഉണ്ടാകും, റിവിഷൻ, ലൈവ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 10 മോഡൽ എക്സാംസ് ആയിരിക്കും നമ്മൾ എന്താ പറയേണ്ടത് ആ ഒരു റിവിഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. സോ എന്താ പറയേണ്ടത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ടാകും, ആ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താലും മതി. യു ക്യാൻ ജോയിൻ ദ ഗോൾഡ് ബാച്ച്. So thank you very much for watching this video, and you have a great day ahead. Thank you.